സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവുമ്പം നമ്മൾ ഒരു മൈക്രോ ലെവലിൽ ഒരു വീട്ടിലാണെങ്കിലും ഒരു ചെറിയ ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഒരു സംസ്ഥാനത്താണെങ്കിലും ഒരു രാജ്യത്താണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന മെഷേഴ്സ്, ഓസ്റ്ററിറ്റി മെഷേഴ്സ്, അതായത് നമ്മൾ ചെലവ് കുറയ്ക്കുന്നു. ഞാനൊക്കെ പണ്ട് ഇവിടെ ജീവിതമൊക്കെ തുടങ്ങിയ കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഭാര്യനോടും മക്കളോടും ഒക്കെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ എക്കണോമി ഈസ് നോട്ട് ഇൻ ഗുഡ് ഷേപ്പ്, സോ വി ആർ ഗോയിങ് ടു സ്പെൻഡ് ലെസ്. ഇഫ് യു സ്പെൻഡ് മോർ, ക്യാൻസൽ യുവർ ക്രെഡിറ്റ് കാർഡ്സ്. അപ്പോ ദാറ്റ് ഈസ് എ ജനറൽ പ്രിൻസിപ്പിൾ ദാറ്റ് എവറിബഡി ഹാസ് ടു ഫോളോ. ഇപ്പൊ അമേരിക്കൻ എക്കണോമി എന്ന് പറഞ്ഞാൽ $37 ട്രില്യൺ കടത്തിലിരിക്കുന്ന ഒരു എക്കണോമിയാണ്. ഇപ്പൊ നമ്മൾ അമേരിക്കയെ വാർ നടത്തുകയും B2 ബോംബറിൽ പോയി ബോംബ് ചെയ്യുകയും അമേരിക്ക വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഈ റിയാലിറ്റി നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. അതായത് കടം ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നതിനകത്തൊരു കലയുണ്ട്. അത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. വീട് മേടിക്കുമ്പോൾ മോർഗേജ് നമ്മൾ കടം എടുക്കും. അത് ഒത്തിരി കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മൾ എടുക്കില്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കും. സോ ദാറ്റ് വി ക്യാൻ ഡു മോർ തിങ്സ് ഇൻ അവർ സ്മോൾ ലൈഫ് ടൈം. സോ വി ആർ കേപ്പബിൾ ഓഫ് ഷോയിങ് സ്ട്രെങ്ത്, identifying our full potential, everything in personal lives, in country's life, all of that is okay. പക്ഷെ ആ കടം ഒരു അൺമാനേജബിൾ സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, വിച്ച് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഗെറ്റിംഗ് ടു, അമേരിക്ക ഇപ്പൊ ആ ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കടത്തിന് പലിശ കൊടുക്കുന്നത് രാജ്യത്തിന്റെ GDP-യേക്കാൾ വളരെ കൂടുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ വന്നാൽ നമ്മൾ എന്തോരം പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണെങ്കിലും നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ട് നമുക്ക് ഇൻകം ഉണ്ടാവില്ല, നമുക്ക് ഒന്നിനും വേണ്ടി സ്പെൻഡ് ചെയ്യാൻ. ഇപ്പൊ നമ്മളിപ്പോ ജപ്പാൻ എടുക്കുക. ജപ്പാൻ ഇപ്പോഴും വളരെ ഒത്തിരി കാറുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ടൊയോട്ടയും ഹോണ്ടയും എല്ലാം ഉള്ള വലിയൊരു എക്കണോമിയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ജപ്പാൻ ഇപ്പൊ ലോകത്തിലൊരു ഫോഴ്സ് അല്ല ആസ് എ നേഷൻ. വാട്ട് ഹാപ്പൻഡ്? ബിക്കോസ് ജപ്പാന്റെ GDP-യേക്കാളും ഒത്തിരി കൂടുതലാണ് ജപ്പാൻ അവരുടെ ഡെറ്റ് സർവീസിങ്, കടം തിരിച്ചു കൊടുക്കാനായിട്ടുള്ള എമൗണ്ട് ആയിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഒരിക്കലും ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇൻകം ഇല്ല. ഇപ്പൊ ട്രംപ് താരിഫ് കൂട്ടിയപ്പം ജനറലി അത് വരുന്ന സോഴ്സിന് ആണ് അതിന്റെ ഏറ്റവും വലിയ അടി ഉണ്ടാവുന്നത്. ഇപ്പൊ ചൈനയിൽ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ വരുന്നതെങ്കിൽ ചൈനക്കാരൻ അമേരിക്കൻ ഗവൺമെന്റിന്, ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന ബിസിനസ് അത് കൊണ്ടുവരുന്നവൻ അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ആള് അമേരിക്കൻ ഗവൺമെന്റിന് സെർട്ടൻ എമൗണ്ട് കൊടുക്കണം. ഏത് പോർട്ടിൽ അതൊന്നും ഇറങ്ങുന്നു അവിടെ അമേരിക്കൻ ഗവൺമെന്റ് കാശ് മേടിക്കുന്നു. വളരെ കുറച്ചാണ് അമേരിക്ക മേടിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെയൊക്കെ പോലെ 100%, 150% എന്നുള്ള കസ്റ്റംസ് ഡ്യൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ എമൗണ്ട്. നൗ ഹീസ് അനൗൺസിങ് 25%, 50%, 100% ടാരിഫ് അറ്റ് ദി പോർട്ട്. അത് ഗവൺമെന്റിന് ശരിക്കും റിച്ച് ആക്കുന്ന ഒരു സമീപനമാണ്.